ഈ കുട്ടികൾ വന്ന ശേഷമുള്ള ചേഞ്ചിൽ വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഫെൽറ്റ് മോർ അബൌട്ട് യുവർ സെൽഫ്? പേഷ്യൻസ് ഓഫ് കോഴ്സ്. യെസ്, പേഷ്യൻസ് ഡെഫിനറ്റ്ലി ദെയർ. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ വന്നപ്പോൾ ലൈക്ക് ഞാൻ കുറേയൊക്കെ അമ്മ പണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്തിരുന്നപ്പോഴൊക്കെ ഞാൻ അമ്മ എന്തിനാ അങ്ങനെ ആലോചിക്കണേ, ലൈക്ക് വൈ കാണ്ട് യു ഡു ഇറ്റ് ദിസ് വേ എന്ന് ചോദിച്ചിരുന്ന പല കാര്യങ്ങളും നൗ ഐ അണ്ടർസ്റ്റാൻഡ് വൈ മനസ്സിലാവും. ആ സാധനം എനിക്കിപ്പോൾ മനസ്സിലായി. അതെനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാൻ വിചാരിക്കണു ലൈക്ക് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളുടെ ഇപ്പം അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലൈക്ക് സ്കൂളിലുണ്ടാകുന്ന സില്ലി തിങ്സ്, അതിനൊക്കെ അമ്മ പണ്ട് ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ലൈക്ക് അത് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ, അതങ്ങനെ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയാണ്. ലൈക്ക് അവരുടെ മൈൻഡ് സെറ്റ് അവർ ഓക്കെ ആണോ, അവരുടെ ലൈക്ക് I want them to grow up to be good human beings. അപ്പോൾ അവർ അതിനിപ്പോഴേ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും I sit and listen to what they have to say. അവർക്കറിയോ അമ്മ ആക്ട്രസ് ആണെന്നും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള അമ്മയാണെന്നും? അങ്ങനെയൊന്നുമില്ല, അവരെൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് അറിയാം. ബിക്കോസ് നാട്ടിൽ വരുമ്പോൾ ഓൾവേസ് ഈ എയർപോർട്ടിൽ നിന്നൊക്കെയാണ് യൂഷ്വലി ആൾക്കാർ വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പിക്ചർ എടുക്കുക. അപ്പോഴാണ് അഗസ്ത്യക്ക് കുറച്ചുകൂടെ അറിയാം. രുദ്രയ്ക്ക് എന്താ ഈ നടക്കണേന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അവർ എൻ്റെ മല്ലു സിംഗിലെ പാട്ടൊക്കെ ഇട്ട് കണ്ടത്. സോ നൗ ലൈക്ക് ഹി നോസ്. അവർക്ക് പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അതേനോ